മോനെ ഡാഡിയുടെ വയറുണ്ടോ? തന്റെ വയറ് ഒരുപാട് ചാടിയിട്ടുണ്ട്. ആ തനിക്ക് എക്സസൈസ് കുറവുണ്ട് കേട്ടോ. ആ ഒരുപാട് എക്സസൈസ് ഡാഡി പറഞ്ഞല്ലേ, പിന്നെ എന്തുകൊണ്ട് വയറ് ചാടി? ഡാഡിയെ നോക്ക്. റെയിൻ ഈസ് ടു മച്ച്. ആ നമ്മുടെ മേജർ വരുന്നുണ്ടല്ലോ അവിടുന്ന്. കറക്കണ്ട കർത്താവേ. ആ ഹാജര് വരുന്നുണ്ടല്ലോ. ആ കേണലും മകനും ഉണ്ടല്ലോ. ആ പള്ളിയിലച്ഛൻ വരുന്നുണ്ടല്ലോ. എന്താന്നിപ്പോ എല്ലാരും ഒരുമിച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വലൈക്കും അസ്സലാം. അല്ല ആചാരെ, വയർ ഒരുപാട് ചാടിയിട്ടുണ്ടല്ലോ. ഇത് നോക്കൂ, അച്ഛനെ നോക്കൂ. ഗുഡ്. എന്താ അറിയോ, നമ്മുടെ ബീവിമാര് ബിരിയാണി ഇങ്ങനെ വെച്ച് വിളമ്പിട്ടേ നമ്മക്ക് വയറിപ്പോ പെട്ടായി. ഫുഡ് ജാസ്തി കഴിക്കരുത്. നോ, ഫുഡ് ജാസ്തി കഴിക്കരുത്. ലളിതമായിട്ട് കഴിക്കൂ. ഓക്കെ? യെസ് യെസ് യെസ്. വാട്ട് ഈസ് ദിസ്? എനി ടൈം എക്സസൈസ്? കൂൾ ഡൗൺ. ഫാദർ, 1948 ഐ എം ലഡാക്കിലായിരിക്കുന്ന സമയത്ത് ഒരുപാട് കഥകളുണ്ടായിരുന്നു. സാറേ, വാട്ട്? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇന്നിപ്പോ നമുക്ക് കഴിയില്ല. ഹായ് അയ്യപ്പൻ, ഹൗ ആർ യു? ഫൈൻ. ഓക്കെ, സിറ്റ്. അച്ഛൻ ഇവിടെ ഇരുന്നോളാം. സിറ്റ്. ഹലോ സുൽത്താൻ, come on. നമസ്കാരം. How are you? ഫൈൻ. ഹലോ, sit down. സാറ് നേരല്ല സാറേ, ഇന്നലെ ഇതേപോലെ ഞാൻ റേഷൻ കടയൊക്കെ പോയിരുന്നു. സാറ് പിടിച്ചു നിർത്തി, ഞാൻ ചെല്ലുമ്പോൾ റേഷൻ കട അടച്ചുപോയി. ഇന്ന് നേരല്ല സാറേ, നാളെ കാണാം. ഓക്കെ ഓക്കെ, see you. താങ്ക് യു. അപ്പൊ ലഡാക്കില് ഒരു ദിവസം ഞാൻ എൻ്റെ സഹപാഠികളും ഞാനും പാടെ പോകുമ്പോൾ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ കറങ്ങി വന്നു. നേരെ ഞങ്ങളെ കണ്ടപ്പോൾ അവൻ മുകളിൽ നിൽക്കുകയാണ്. നിന്നപ്പോൾ അപ്പോൾ ആ ഫ്ലൈറ്റ് ഇങ്ങനെ കറങ്ങി, ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു. നാസ കഴിക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ ബൈനോക്കുലറിൽ കൂടെ ഞാൻ നോക്കുകയാണ്. ഞങ്ങളെ നോട്ടിട്ടിട്ട് ഇങ്ങനെ പോവാ. എന്താ കാര്യം? ബോംബിടാനാ. അപ്പുറത്തുള്ള എതിര് പാർട്ടിയാണേ, മനസ്സിലായോ? എന്താ ചെയ്യാന്ന് ഞങ്ങളിങ്ങനെ അന്തം വിട്ടു. അപ്പോൾ അവസാനം എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഗണ്ണെടുത്തു. വേറെ ഒറ്റ കാശിലാ ബൈനോക്കുലറും ആള് ഒക്കെ തെറിച്ച് താഴെ വീണു. അയ്യപ്പ, ഇവിടെ വാ, ഇവിടെ ഇരിക്ക്. ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തനിക്ക് പറയണത് മനസ്സിലാവുണ്ടല്ലോ. അയ്യപ്പ, നിനക്കിത് കേൾക്കാൻ താല്പര്യമല്ലേ? അവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊക്കെ ശ്രദ്ധ വേറെയാണ്. എന്നിട്ട് ഞാൻ പോക്കറ്റിൽ നിന്ന് ഗണ്ണെടുത്തിട്ട് ഫ്ലൈറ്റിന് ഒരു കാച്ചാണ്. ആ കാച്ച് വെച്ചോ ബൈനോക്കുലർ നോക്കണ ആളും ബൈനോക്കുലൊക്കെ തകർന്നിട്ട് താഴെ വീണു. ഈ താഴെ വീണപ്പോ എൻ്റെ മേലുദ്യോഗസ്ഥൻ വന്നിട്ട് കമോൺ, അപ്പൊ ഷീൽഡ് തന്നു. മനസ്സിലായോ? പോയോ അയ്യപ്പ? അവനും പോയോ? കമോൺ മൈ സൺ. ആർക്കും ഇന്ന് ഒരു കാര്യം കേൾക്കാൻ താല്പര്യമില്ല.